നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വാർത്തകളും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ ലാലേട്ടന് ലഭ്യമായത്. 71ാമത് ചലച്ചിത്ര അവാർഡുകൾ, നാഷണൽ ഫിലിം അവാർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തു. ആ വിതരണം ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു വിജയരാഘവൻ സാറിന് കിട്ടിയ അവാർഡ്. കുട്ടേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിജയരാഘവൻ എന്ന് പറഞ്ഞ നടൻ 43 വർഷത്തിലധികമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആ ഡയലോഗ് പ്രകാരമാണ് അദ്ദേഹം അവാർഡ് ലഭ്യമായതിനു ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ച ചില കാര്യങ്ങളാണ്. അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അത് ലഭിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ വരെ എനിക്ക് ലഭിക്കാതിരുന്നുകൊണ്ട് ഞാൻ മോശം നടനോ, ഇന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാനൊരു മികച്ച നടനോ ആകുന്നില്ല. അന്നും ഇന്നും എന്നൊക്കെ ഞാനൊരു നടൻ തന്നെയാണ്. മികച്ചതാവാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളാണ് നമുക്കെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഒന്നുപോലും അദ്ദേഹം നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങൾ എത്തിയപ്പോഴും, കോമഡി ചെയ്തപ്പോഴും, സഹനടനായപ്പോഴും, നായകനായപ്പോഴും എല്ലാം ഒന്നിനൊന്ന് മെച്ചവും നമ്മളെല്ലാവരെയും വളരെയധികം ആകർഷിപ്പിക്കുന്ന രീതിയിലുമായിരുന്നു. നമുക്കറിയാം, റാംജിറാവ് സ്പീക്കിങ്ങിൽ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെ ചേറാടി കറിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകലവ്യനിലേക്കിടയിലും പെർഫോമൻസ്, അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷണറിലെ കഥാപാത്രം, അതുപോലെ തന്നെ നമുക്കറിയാം രൗദ്രത്തിലെ അപ്പിച്ചായനായിട്ടുള്ള കഥാപാത്രം. അങ്ങനെ പൂക്കാലം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഈ കഴിഞ്ഞ 71ാമത്തെ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം 43 വർഷമായിട്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് താനിവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ അതിൻ്റെ കൂടെ മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരുപാട് അവാർഡുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പല കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊന്നും കിട്ടിയില്ല. അപ്പോൾ ആദ്യ കാലത്തൊക്കെ വിഷമം തോന്നിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊന്നും വിഷമം തോന്നാത്ത വിധത്തിൽ അദ്ദേഹം മോൾഡ് ചെയ്യപ്പെട്ടു. അത് പിന്നെ എല്ലാ നടന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഈ കഥാപാത്രം, പ്രത്യേകിച്ച് 100 വയസ്സോളം പ്രായമുള്ളൊരു കഥാപാത്രമായിട്ട് പൂക്കാലം എന്ന സിനിമയിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ അതൊരു അവാർഡ് മണക്കുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. എനിക്കും തോന്നിയിരുന്നു കേട്ടോ. ഏതായാലും വിജയരാഘവൻ ചേട്ടൻ നേടിയ വലിയ അവാർഡ് അത് അത്ര നിസ്സാരമായ ഒരു അവാർഡല്ല. മലയാളത്തിലെ ഏതൊരു നടനും അദ്ദേഹത്തിന് മുമ്പിൽ ചെക്ക് വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രകടനം. അദ്ദേഹം വില്ലനായി വന്നപ്പോഴൊക്കെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് വരണ്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സഹനടനായി വന്നപ്പോഴൊക്കെ നമ്മൾ സന്തോഷിച്ചിട്ടുമുണ്ട്. അദ്ദേഹം തമാശ ചെയ്തപ്പോൾ നമ്മൾ ചിരിച്ചിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും മികച്ച കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി